സഹായത്തോടെയുള്ള ഡാം മാനേജ്മെന്റ് ഉൾപ്പെടെ രാജ്യത്തിന് മാതൃകയായ ദുരന്ത നിവാരണ സംവിധാനം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഡാമുകളിലെയും നദികളിലെയും മണ്ണ് മാറ്റും. മഴക്കെടുതിയിൽ നഷ്ടമുണ്ടായ വ്യാപാരികൾക്കും മുഖ്യമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. കാലവർഷത്തിൽ പ്രളയസമാനമായ വെള്ളപ്പൊക്കം ആവർത്തിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ പുതിയ ദുരന്ത നിവാരണ പദ്ധതി സംസ്ഥാനം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഡാം മാനേജ്മെന്റും നദികളുടെ ആഴം കൂട്ടുന്നതും ഉൾപ്പെടെ സമഗ്ര പദ്ധതിയാണ് ആലോചിക്കുന്നത്. ഇതെല്ലാം കണക്കാക്കിയിട്ടുള്ള ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള ഏറ്റവും ശാസ്ത്രീയമായും ഫലപ്രദമായിട്ടുള്ള ഒരു സംവിധാനം, നമ്മുടെ ഒരു സ്വപ്നം, ആഗ്രഹം, അത് ഇന്ത്യക്ക് തന്നെ മോഡലായിട്ടുള്ള ഒരു റെസിലിയൻസ് സിസ്റ്റം നമ്മൾ കൊണ്ടുവരണമെന്ന് അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായ മഴയിൽ കടകളിൽ വെള്ളം കയറിയ വ്യാപാരികൾക്ക് 10,000 രൂപ ധനസഹായം നൽകും. വ്യാപാരികൾക്ക് സബ്സിഡി വായ്പാ പദ്ധതിയും പ്രഖ്യാപിച്ചു. വീട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ വീട് കിട്ടും വരെ വാടക സർക്കാർ നൽകും. കൃഷിനാശത്തിന് നഷ്ടപരിഹാര തുക 20% വർദ്ധിപ്പിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അപാകതകളുണ്ടെന്ന വിമർശനങ്ങളെയും മുഖ്യമന്ത്രി തള്ളി. ആലപ്പുഴയിലുള്ള ചാർജുള്ള മന്ത്രി അദ്ദേഹം കൂടിയ 2 യോഗത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് ക്യാബിനറ്റ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ലിജുവിൻ്റെ ഫോണിൽ നമ്പർ കിടക്കുന്നുണ്ട്. 8-ാം തീയതി വരെ ശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട്. ജാഗ്രത തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.